ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. കമ്പനിയിലെ ഷെൻഷൻ പ്രസിഡന്റിനോട് സംസാരിക്കുവാണ്. ബോക്സുവിന്റെ മ്യൂസിക് സ്റ്റൈൽ മാറ്റി റാപ്പ് ആക്കുന്നതിനെ കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. പ്രസിഡന്റ്, റാപ്പോ? അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് റാപ്പാണ് ആവശ്യം എന്നുള്ളത്. ആ മ്യൂസിക് സ്റ്റൈൽ ചൈനയിൽ ഇപ്പോൾ വർക്ക് ആവില്ല എന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞതുമാണ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടി അവൻ നിന്നെ പറഞ്ഞു വയ്ക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് അവൻ പറഞ്ഞു വെച്ചിട്ടൊന്നുമല്ല. ആ ഒരു മ്യൂസിക് സ്റ്റൈൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോപ്പുലർ അല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യത്തിൽ അവനും നിരാശനാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിംഗറിന് വേണ്ടത് ടാലന്റും പരിശ്രമവും ആണെന്നാണ്. ഒരുപാട് പേര് പറയുന്നത് ബോക്സ് റിച്ച് ആണ്, സിംഗിങ് എന്ന് പറയുന്നത് അവന്റെ ഹോബി മാത്രമാണെന്നാണ്. എന്നാൽ എനിക്ക് മാത്രമേ ആ കാര്യം സത്യമല്ല എന്നറിയുള്ളൂ. അവന്റെ സ്വപ്നം തന്നെ മ്യൂസിക് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവൾ പറയുന്നു. പ്രസിഡന്റ് ഇതൊക്കെ കേട്ടിട്ട് അവൻ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ നിന്നോട് സത്യം പറയാം, ഈ അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ എന്റെ കയ്യിൽ സമയമില്ല. അവനെപ്പോലെ ഭാവിയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നീ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കണ്ടു നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിരുന്നു അവന്റെ വോയിസ് ഫിക്സ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ബാൻ ചെയ്യുന്നുള്ളത്. ആക്ച്വലി ഞാനത് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അവന്റെ ശബ്ദം നോക്കാതെ ഞങ്ങൾ ഇനി അവനെ പ്രൊമോട്ട് ചെയ്യില്ല. മാത്രമല്ല അവൻ ഇപ്പോ ഈ കമ്പനിയിൽ ഒരു വിലയും ഇല്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ഷെൻഷൻ അതിന് കാരണം ചോദിക്കുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സീറോ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവനും ഒരു യങ് ഐഡൽ സിംഗർ ആണ്. ഒരേ സമയം ഒരുപോലത്തെ രണ്ട് ടാലൻസിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല എനിക്ക് സീറോയിൽ നല്ല വിശ്വാസവും ഉണ്ട് എന്ന് പ്രസിഡന്റ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബോക്സുവിന്റെ മ്യൂസിക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുവല്ലേ വേണ്ടേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. പ്രസിഡന്റ്, ടാലൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി കൂടണമെങ്കിൽ അതിനുള്ള മൂലധനം ഞങ്ങളുടെ കയ്യിൽ വേണം. ഇനി എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. അവനോട് എന്റെ തീരുമാനം എന്താന്നുള്ളത് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അവൻ ഇനി ചാൻസ് ഇല്ല, എന്നാൽ നിനക്ക് ചാൻസ് ഉണ്ട് സീറോന്റെ മാനേജർ ആവാൻ എന്ന് പറയുന്നു. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ ഷെൻഷനും ബോക്സും കാലിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ബോക്സു, നീ എന്തിനാ കമ്പനിയിലേക്ക് പോയ? പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അതൊന്നുമില്ല, നിന്റെ കണ്ടീഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു എന്ന് ഷെൻഷൻ പറയുന്നു. അവൻ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നതായിട്ട് ഷെൻഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ റിലാക്സ്ഡ് ആയിട്ടിരിക്കേ എന്ന് പറയുന്നു. അവൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുന്ന കണ്ട അവള്, നീ ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ നോക്ക്, ഞാൻ ഈ മാപ്പ് നോക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ത് ഇമെയിലാ നിനക്ക് വന്നേ? നീ എന്താ എന്നോട് പറയാത്തെ എന്ന് ബോക്സ് ചോദിക്കുന്നു. ആ മെയിൽ ആരാ എനിക്ക് സെൻഡ് ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. സോ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഹെൽപ്പ് ചോദിച്ചു. അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്നെ പോലെയുള്ളവരൊക്കെ മാത്രമേ എനിക്കൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് എന്റെ ഫ്രണ്ട് ഈ കാര്യത്തിൽ ഒരു മാസ്റ്റർ ആണ് എന്ന് ഷെൻഷൻ പറയുന്നു. ഈ മെയിൽ അയച്ച ആൾക്ക് എന്റെ പ്രോബ്ലം ചികിത്സിക്കുന്നതിന് മുന്നേ തന്നെ അറിയായിരുന്നു അല്ലേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷനും അറിയായിരുന്നു, അയാൾ തന്നെയാണ് നിന്റെ വോക്കൽ നൂഡിൽസിനെ കുറിച്ചും നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ എന്നോട് പറഞ്ഞേ എന്ന് പറയുന്നു. നന്നായി ഒന്ന് ആലോചിക്കുന്നതും ബോക്സുവിനും ഷെൻഷനും ആ മെയിൽ അയച്ചത് ആരായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നു. രണ്ടുപേരും ഡ്രൈവ് ചെയ്തൊരു സ്ഥലത്തേക്ക് വരുന്നു. ബോക്സു, ഇത് തന്നെയാണോ സ്ഥലം എന്ന് ചോദിക്കുന്നു. ആ മാപ്പ് പറയുന്നത് ഇതൊക്കെ തന്നെയാണെന്നാ എന്ന് പറഞ്ഞ് ഷെൻഷൻ മുന്നിൽ നടക്കുന്നു. പുറകെ തന്നെ ബോക്സും. രണ്ടുപേരും വന്നിരിക്കുന്നത് മിസ്റ്റർ ഗുവിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആ റെസ്റ്റോറന്റിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനേക്കാൾ അടിപൊളിയാണ്. ആരായിരുന്നു ഷെൻഷൻ ആ മെയിൽ അയച്ചതെന്ന് മനസ്സിലായല്ലോ. മിസ്റ്റർ ഗു ആയിരുന്നു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ ഗു അവരോട് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുന്നു. ബോക്സു, ഷെൻഷൻ ആൾ അടിപൊളിയാണ്. ആളുകളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ അവൾക്ക് പ്രത്യേകിച്ചൊരു കഴിവുണ്ട്, അവള് കണ്ടുപിടിച്ചതാ എന്ന് പറയുന്നു. മിസ്റ്റർ ഗു അവനോട് നിനക്ക് വിധി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ ഗ്രാൻഡ് പാപ്പാവോയെ കണ്ടത്, എന്നാ ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് പോകുന്നു. ഷെൻഷനും പുറകെ പോയി ഞങ്ങൾ എല്ലാ കാര്യവും അറിഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ബോക്സ് മിസ്റ്റർ ഗുവിനോട് ഈ ഫീൽഡിന്റെ ആത്മാവാണ് നിങ്ങൾ എന്ന് പറയുന്നതും മിസ്റ്റർ ഗു അതൊക്കെ ഒരുപാട് മുന്നേ അല്ലേ, എനിക്ക് ആ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പൊ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഒരു സിമ്പിൾ ലൈഫ് നയിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നു. ബോക്സു, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. നിങ്ങൾ അന്ന് എനിക്ക് തന്ന 2 ബ്ലാക്ക് കാർഡ് ഇല്ലേ, അത് ഞാൻ ഇപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നേ പറ്റൂ. എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരെന്നെ വെറുക്കും, ഇഷ്ടപ്പെടാതിരിക്കും, എന്ന അവസാനം എന്നെ സ്നേഹിക്കും എന്ന് ഷെൻഷനെ നോക്കി പറയുന്നതും അവൾ അവനെ തുറച്ചു നോക്കുവാണ്. ഷെൻഷൻ മിസ്റ്റർ ഗുവിനോട് എനിക്കും ആദ്യം അവനെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, പിന്നെയും ഞാൻ അവന്റെ കൂടെ വർക്ക് ചെയ്തു, അവസാനം എനിക്ക് മനസ്സിലായി അവൻ അത്ര കച്ചറയൊന്നും അല്ല, കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നു. ബോക്സു അത് ശരിവെക്കുന്നത് കാണുന്നതും മിസ്റ്റർ ഗു ആഹാ, ഒരാൾ പാടുന്നു ഒരാൾ എക്കോയും, എന്ത് നല്ല ഡുവറ്റാണ് എന്ന് പറയുന്നു. കൂടെ തന്നെ നിങ്ങൾ വന്ന കാര്യം എന്താന്ന് എനിക്കറിയാം, പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് പറയുന്നു. ഞങ്ങൾ കാര്യം എന്താന്ന് പറയുന്നതിന് മുന്നേ തന്നെ നോ പറഞ്ഞാലോ എന്ന് ഷെൻഷൻ പറയുന്നു. ഇത് കേട്ട് മിസ്റ്റർ ഗു ഇവനല്ലേ ലേഖനം പോലെ എല്ലാ മെസ്സേജും അയച്ചിരുന്നേ, പിന്നെ എങ്ങനെയാ ആ കാര്യം എനിക്കറിയാതിരിക്കുക എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ എല്ലാരും വിശ്വസിക്കുന്നത് വോക്കൽ നൊഡ്യൂൾ കാരണം ഇവനിനി പാടാൻ പറ്റില്ല എന്നാ, വേറെ ടാലന്റിന്റെ അടുത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാ എന്ന് പറയുന്നത് അത്ര നേരം ഒന്നും മിണ്ടാതിരുന്ന ബോക്സു അവള് പറയുന്നത് ഒന്നും കേൾക്കാതെ വന്ന കാര്യം വരെ മറന്നിട്ട്
ഏത് ടാലന്റിന്റെ അടുത്തേക്കാണ് നിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്? സീറോയിന്റെ അടുത്തേക്കാണോ? നീ എന്നിട്ട് എന്താ ഇത് എന്നോട് പറയാതിരുന്നേ? എനിക്കറിയാം പ്രസിഡന്റ് ആയിരിക്കും ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഞാൻ ഇപ്പൊ തന്നെ അയാളോട് ചോദിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോവലും ഷെൻഷൻ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ നീ ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ? അതുകൊണ്ട് തന്നെയാ ഞാനൊന്നും പറയാതിരുന്നേ എന്ന് പറഞ്ഞ് വന്ന കാര്യം അവനെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോഴാണ് സാറിന് വന്നത് എന്തിനായിരുന്നു എന്ന് ഓർമ്മ വരുന്നത്. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സ്പെക്സ് ഒക്കെ കഴിച്ച് നല്ല ഡീസന്റ് കുട്ടിയായിട്ട് അവൻ മിസ്റ്റർ ഗുവിനോട് എന്നെ നിങ്ങൾ സ്റ്റുഡന്റ് ആക്കണം മാസ്റ്റർ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നത് മിസ്റ്റർ ഗു ഞാൻ നിന്റെ മാസ്റ്റർ ഒന്നുമല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാൻ നിൽക്കുവാണ്. എന്നാൽ ഷെൻഷൻ കൈയും കാലും പിടിച്ച് മിസ്റ്റർ ഗുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഇവനിവിടെ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും എന്ന് മിസ്റ്റർ ഗു പറയുന്നതും ബോക്സു അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല, നിങ്ങളുണ്ടല്ലോ ട്രൂ ടാലൻസിന്റെ ഒരു നിലവറയാണ് എന്നും പറഞ്ഞ് അടുത്ത തള്ളു തുടങ്ങാൻ നിൽക്കുവാണെന്ന് മനസ്സിലാവുന്നതും മിസ്റ്റർ ഗു നിർത്തിക്കുക അത്ര മതി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഷെൻഷൻ ഇപ്പൊ മിസ്റ്റർ ഗുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ഗ്രാൻഡ് പാ ബാവ ബോക്സുവിന് കൊടുത്ത ഗിഫ്റ്റ് ആണ്. മിസ്റ്റർ ഗു അത് പ്ലേ ചെയ്യുന്നു. ഷെൻഷനും ബോക്സും ആണെങ്കിൽ അത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. പ്ലേ ചെയ്ത് കഴിയുന്നതും മിസ്റ്റർ ഗു നിങ്ങൾ ഇന്നർ മംഗോളിയെന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ ഇത്? വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ഡെലിവറി ചെയ്യുവാണോ എന്ന് ചോദിക്കുന്നു. ബോക്സു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചു, പ്രത്യേകിച്ച് ഞാൻ എന്റെ ചെവി മാത്രമല്ല അവിടുന്ന് ശുദ്ധീകരിച്ചത്, എന്റെ ഹൃദയം കൂടെയാണ് എന്നവൻ പറയുന്നു. മിസ്റ്റർ ഗു ഹൃദയം ശുദ്ധീകരിക്കേ, അത് നല്ലൊരു ഫ്രേസ് ആണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നീ പറ എന്താ മ്യൂസിക്കിന്റെ ശരിക്കുള്ള സൗണ്ട് എന്ന് ചോദിക്കുന്നു. ബോക്സു ത്രോട്ട് സിംഗിങ് ആൻസർ കൊടുക്കുന്നതും മിസ്റ്റർ ഗു അല്ല എന്ന് പറയുന്നു. ബോക്സു അല്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് എന്നാ ഞാനത് പിന്നെ പറയാം എന്ന് പറയുന്നു. ഇപ്പോൾ ഷെൻഷൻ അവളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. യുവാൻ അങ്ങോട്ട് വരുന്നു. നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഡെക് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. ഇതെനിക്കാണോ അതോ നിന്റെ ആർട്ടിസ്റ്റിനാണോ എന്നാണ് യുവാൻ ചോദിക്കുന്നത്. ഒരിക്കലും അല്ല, നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് ഷെൻഷൻ നിന്റെ ഫേസ് എന്താ ഡള്ളായിട്ടിരിക്കുന്നത്? സീറോ വീണ്ടും വഴക്കു പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. യുവാൻ അവൻ എന്നെ വഴക്കു പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവൻ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്. നിനക്ക് ജെയ്സനെ അറിയില്ലേ? എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് നീ ജെയ്സനോട് സംസാരിക്കുവോ? സീറോയും ജെയ്സനും തമ്മിൽ ഇന്ന് വഴക്കുണ്ടായി. അത് കാരണം ജെയ്സൺ ഇനി സീറോവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. നീ ഒന്ന് ജെയ്സനോട് സംസാരിക്കുവോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അതൊന്നും ഒരു വിഷയമല്ല, അവൻ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. എന്നാലും നിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയുന്നു. ഇവിടെ ബോക്സു പിയാനോ പ്ലേ ചെയ്യുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ ഗുവിനോട് എങ്ങനെയുണ്ട്? ഞാനും ഷെൻഷനും ഇന്ന മംഗോളിയയിലേക്ക് പോയപ്പോ അവിടുത്തെ വില്ലേജേഴ്സ് പാടുന്നത് കേട്ടു. അവര് കമ്പോസ് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും അവരുടെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ എന്റെ മോനെ, അത് ഹാർട്ടിന്ന് വരുന്നതാണ് എന്നവൻ നല്ല സീരിയസ് ആയിട്ട് പറയുന്നു. അവന്റെ സംസാരം കേട്ട് മിസ്റ്റർ ഗു ഇതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നു. ഇതൊക്കെ എന്ത് എന്നാണ് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും നീ ഒരു വേസ്റ്റ് കഷ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മിസ്റ്റർ ഗു പറയുമ്പോഴാണ് അങ്ങനെ തന്നെ കളിയാക്കിയതാണ് എന്ന് അവന് മനസ്സിലാവുന്നത്. ഈ കിളവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തീരുമാനത്തിൽ അവൻ പിന്നെയും പിയാനോ പ്ലേ ചെയ്യുന്നു. എന്നാൽ മിസ്റ്റർ ഗു മിണ്ടാതെ ഇരിക്കുന്നേ ഇല്ല. അവൻ വായിക്കുന്നതിനനുസരിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. കളിയാക്കുന്നതിന്റെ അളവ് താങ്ങാൻ പറ്റാതായി വന്നപ്പോ ബോക്സ് എഴുന്നേറ്റ് പോയി ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുത്ത് ഇത് കുടിക്ക്, കുറെ നേരമല്ലേ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മിസ്റ്റർ ഗു എഴുന്നേറ്റ് പോയി ആ ബോട്ടിലെ വെള്ളം ഗ്ലാസുകളിലേക്ക് ഒഴിച്ച് ബോക്സുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവൻ അങ്ങോട്ട് വരുന്നതും ടാലന്റ് എന്താന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ പോയി ഡ്രം സ്റ്റിക്ക് എടുത്തിട്ട് വാ എന്ന് പറയുന്നു. ഇയാൾ ഇതെന്തുവാ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് അവൻ ഡ്രം സ്റ്റിക്ക് എടുത്തു കൊടുക്കുന്നു. ആ ഡ്രം സ്റ്റിക്ക് വെച്ച് മിസ്റ്റർ ഗു ഗ്ലാസ്സിൽ തട്ടുന്ന സമയത്ത് ഓരോ സൗണ്ട് ഉണ്ടാവുന്നു. അത് നല്ലൊരു മ്യൂസിക്കായി മാറുന്നത് കണ്ട് ബോക്സ് വണ്ടർ ആവുന്നു. മിസ്റ്റർ ഗു ഈ പിച്ചും റിതവും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലോ റൂളോ പ്രിൻസിപ്പലോ അങ്ങനെ ഒന്നുമില്ല. മനുഷ്യന്റെ മൂഡ് പോലെ തന്നെ ആ കാര്യങ്ങളൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെ 100 തരത്തിലുള്ള ഇമോഷൻസ് വേറെയും ഉണ്ട് എന്ന് പറഞ്ഞ് ടാലന്റ് എന്ന് പറയുന്നത് ടാലന്റ് തന്നെയാണ്. നീ മ്യൂസിക്കിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ എന്തായാലും നിന്നെ കുറിച്ച് അറിയണം, മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ബോക്സും കരഞ്ഞുകൊണ്ട് യെസ് പറയുന്നു. നീ എന്തിനാ ഇപ്പൊ ഇരുന്ന് കരയുന്നേ എന്ന് മിസ്റ്റർ ഗു ചോദിക്കുന്നു. ഞാൻ ഇംപ്രസ്ഡ് ആയി. ഞാൻ എത്രത്തോളം വലിയ വിഡ്ഢിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നിങ്ങളാണ്. ഇപ്പൊ തൊട്ട് നിങ്ങൾ എന്റെ മാസ്റ്ററാണ്. നിങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ ട്രെയിൻ ചെയ്യണം പ്ലീസ് എന്നവൻ പറയുന്നു. മിസ്റ്റർ ഗു നീ ഒരുപാട് താഴെയാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നത് നീ ഒരുപാട് സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്ര നല്ല ടീച്ചറായാലും നീ ഗിവപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഗിവപ്പ് ചെയ്യില്ല, ഞാൻ ഒരിക്കലും ഗിവപ്പ് ചെയ്യില്ല. എന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഞാൻ നിരാശ കൊടുക്കില്ല എന്ന് ബോക്സുവും പറയുന്നു. ഇവിടെ കമ്പനിയിലെ ഡയറക്ടർ യു0വിനോട് സിംഗിങ് കോൺടെസ്റ്റിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിന്നോട് തന്നെ സോങ് എഴുതാനാ ഡയറക്ടർ ഡു പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റേഷൻസ് ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം എന്ന് പറയുന്നു. സീറോവും നല്ല ഹാപ്പി ആവുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ടർ നന്ന അങ്ങോട്ടേക്ക് വരുന്നത്. ഹാർട്ട് സിമ്പിൾ ഉള്ള 2 കപ്പില്ലേ അതും കയ്യിലെടുത്തിട്ടുണ്ട്. അവർക്കൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി സീറോ അവിടുന്ന് ബായ് പറഞ്ഞു പോകുന്നു. ഡയറക്ടർ യു നീ ഇപ്പൊ ഫ്രീ ആണല്ലോ, എന്നിട്ടും എന്താ ഓഫീസിലേക്ക് വരുന്നത് കുറവ് എന്ന് ചോദിക്കുന്നു. നിനക്കെന്നെ മിസ് ചെയ്തോ എന്ന് ഡയറക്ടർ നൻ ചോദിക്കുന്നതും ഡയറക്ടർ യു ഇല്ലാന്ന് റിപ്ലൈ കൊടുക്കുന്നു. കള്ളം പറയരുത്, സീറോവിന്റെ സെലിബ്രേഷൻ
ടൈമിൽ നീ എന്നെ ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് ഡയറക്ടർ നാൻ പറയുന്നു. ഡയറക്ടർ യു ഇത് കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്ടർ നാൻ ഇപ്പോ ഡയറക്ടർ യുവിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇത് കാണുന്നതും ഡയറക്ടർ യു അങ്ങോട്ട് പോയി നീ എന്താ ഈ ചെയ്യുന്നത്, എല്ലാരും നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടർ നാൻ പറയുന്നത് കേട്ട് യു അങ്ങനെയാണെങ്കിൽ അത് ടേബിളിൽ വെച്ചോ എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഡയറക്ടർ നാൻ ആ ജുവൽ ബോക്സ് ക്ലോസ് ചെയ്ത് ടേബിളിൽ വെക്കുന്നു. കൂടെ തന്നെ നമുക്കിത് ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ റെഡി ആയിട്ടിരിക്കുക എന്നാണ് ഡയറക്ടർ യു റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ കാര്യം സെറ്റായി. ഇവിടെ മിസ്റ്റർ ഗു ബോക്സുവിനോട് നീ ഒരു സിംഗർ ആയിരിക്കാം, എന്നാ ബേസ് വേണം നീ ആദ്യം പഠിക്കാൻ എന്ന് പറഞ്ഞൊരു തൂവല് കൊടുക്കുന്നു. ഈ ഒരു തൂവല് നീ ഊതി ഊതി വായുവിൽ നിർത്തണം, അത് താഴെ വീഴരുത്, താഴെ വീണാൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നു. ബോക്സുവിന്റെ പണി തുടങ്ങുന്നു. ഊതി ഊതി ടയേർഡ് ആവുകയും ചെയ്യുന്നു. ഷെൻഷൻ ബോക്സുവിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ അവന് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം അവനെ നോക്കാൻ വരുവാണ്. അവന്റെ തലയിലും മുഖത്തും ഒക്കെ തൂവലാണ്. ഊതി ഊതി ടയേർഡ് ആയത് കാരണം അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയതായിരുന്നു. ഷെൻഷൻ ബോക്സുവിന്റെ മുഖത്ത് തൂവൽ ഊതി കളയുന്നത് കാരണം അവൻ എഴുന്നേക്കുന്നു. അവന്റെ മുഖത്തെ ക്ഷീണം കണ്ട് അവള് മിസ്റ്റർ ഗു നീ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങിയിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെ ടയേർഡായോ എന്ന് ചോദിക്കുന്നു. നിനക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, നീ ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് നോക്കണം, അങ്ങനെ എന്നെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കുക എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന കേട്ട് ബോക്സു ഞാൻ ഓക്കെയാണ്, എന്നെ പോലൊരു ചെറുപ്പക്കാരൻ അങ്ങേരെ പോലൊരു കിളവനോട് തോക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഷെൻഷൻ അത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നു. അവൾ പോകുന്നതും അവൻ അവന്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ തൂവല് താഴെ വീണോണ്ടേ ഇരിക്കുവാണ്. അത് താഴെ വീഴുന്ന കണ്ട് അവൻ ദേഷ്യത്തിൽ അത് പിടിച്ചിട്ട് ഇനിയെങ്ങാ നീ താഴെ പോയാ നിന്നെ ഞാൻ പീസാക്കി കളയും എന്ന് പറഞ്ഞ് 2 പീസാക്കുന്നു. എന്നിട്ട് വീണ്ടും അവൻ പ്രാക്ടീസ് ചെയ്യുന്നു. ആ റൗണ്ട് അവൻ വിജയിക്കുന്നു. അടുത്ത ടാസ്ക് മിസ്റ്റർ ഗു കൊടുക്കുന്നു. അടുത്ത ടാസ്ക് ക്യാൻഡിൽ ലൈറ്റ് ഊതാനാണ്. ആ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നീ നിന്റെ ശ്വാസം ഉപയോഗിക്കണം. വളരെ പതുക്കെ ഊതിയിട്ട് അത് നേരത്തെ വന്ന് കെടുന്ന രീതിയിലാക്കണം എന്ന് പറയുന്നു. ഞാനത് കാറ്റൂതുന്ന മെഷീനാണെന്ന് വിചാരിച്ചോ, ഞാൻ ഓൾറെഡി ഈ തൂവലിൽ ഊതിയില്ലേ, ഇനിയിപ്പോ ക്യാൻഡിൽ ലൈറ്റിൽ ഊതണോ? അതിപ്പോ എന്തിനാ ഞാൻ ചെയ്യുന്നത്? അല്ല നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒരു സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആൻസർ പറയണമെന്നാണ് എന്ന് ബോക്സ് പറയുന്നു. മിസ്റ്റർ ഗൂഡനെ നിനക്ക് അതിനുള്ള റീസൺ അറിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാ മാസ്റ്റർ ആയിട്ടിരിക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ബോക്സു ഞാൻ ഓൾറെഡി സിംഗറാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു ഷെഫിനെ അടുക്കളയിലേക്ക് വിട്ടിട്ട് പാചകം ചെയ്യാൻ പാടില്ല, മുട്ട മാത്രം പൊട്ടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഉണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ എക്സാമ്പിളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ. എന്നാ മിസ്റ്റർ ഗു അതൊന്നും കേൾക്കാതെ ഞാനാണ് നിന്റെ മാസ്റ്റർ, അപ്പൊ ഞാൻ പറയുന്നത് നീ ചെയ്യേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ബോക്സു എന്തായാലും ഗിവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവന്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ഷെൻഷൻ ബോക്സുവിന് വെയിറ്റ് ചെയ്യുവാണ്. ബോക്സ് അങ്ങോട്ടേക്ക് പോയിട്ട് അവളോട് പരാതി ബോധിപ്പിക്കുന്നു. മിസ്റ്റർ ഗു ഉണ്ടല്ലോ എന്നെ കൊല്ലുവാണ് എന്നവൻ പറയുന്നത് കേട്ട് ഷെൻഷൻ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ എന്ന് ചോദിക്കുന്നു. ബോക്സു നീയാണ് എന്റെ എനർജി സോഴ്സ്, നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാ? നീ എന്നെ ആശ്വസിപ്പിക്കാൻ തരത്തിലോ വല്ലവും പറ, ഞാനിപ്പോ ഏതൊക്കെ വഴിയിലൂടെയാ പോകുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അതിക്രൂരമായ ഒരുപാട് ടോർച്ചർ ഞാൻ സഹിക്കുന്നുണ്ട് എന്റെ ഹൃദയം കൊണ്ട് എന്നവൻ പറയുന്നു. മാസ്റ്റേഴ്സ് ഒക്കെ ഇതുപോലെ സ്ട്രേഞ്ച് ഹാബിറ്റ്സ് ഉള്ളവർ തന്നെ ആയിരിക്കും, ഇതൊക്കെ നോർമലാണ് എന്ന് ഷെൻഷനും പറയുന്നു. ബോക്സു നിനക്കറിയോ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്ര ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ സത്യത്തില് അയാൾക്ക് കുറച്ച് കഴിവൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഷോ ഓഫ് കാണിക്കുന്നതിൽ അത്ര അത്ഭുതമൊന്നുമില്ല, എനിക്ക് ഒരു ടാലന്റും ഇല്ലാന്ന് അയാൾ പറഞ്ഞ് ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങേരെയൊക്കെ ബെറ്ററാണ് ഞാനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് ഷെൻഷൻ നിനക്ക് തന്നെ എന്തായാലും നിന്നെ എൻകറേജ് ചെയ്യാൻ അറിയാം, നീ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, സോ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്നതും ബോക്സ് അവളുടെ മുന്നിൽ കയറി നിന്നിട്ട് നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൂടെ എന്റെ അടുത്ത് നിൽക്ക്, എനിക്ക് നാളെ ഒരു ഇവന്റ് ഉണ്ട്, ഉച്ച കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരും എന്ന് പറയുന്നു. ഷെൻഷൻ നിനക്ക് വേണമെങ്കിൽ ആ ഇവന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പങ്കെടുക്കാം, പക്ഷേ നീ ഇപ്പൊ പെർഫോം ചെയ്താൽ നിന്റെ ഇനിയുള്ള വർക്ക്ഷീറ്റ് ഫുള്ള് കാലിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുന്നു. ബോക്സുവിന് പെട്ടെന്ന് വയ്യാതാവുന്നു. സെയിം അടവാണ് വയറുവേദന. ഷെൻഷൻ ആദ്യം ഒന്ന് വേറിയാവുന്നു, പിന്നീട് വയറുവേദനയാണെന്ന് അറിയുമ്പോൾ നന്നായിട്ട് വേദനിക്കട്ടെട്ടോ എന്നും വിഷ് ചെയ്ത് അവിടുന്ന് പോകുന്നു. ബോക്സുവും അവളുടെ പുറകെ പോകുന്നുണ്ട്. കളിച്ച് ചിരിച്ച് ഇവർ രണ്ടുപേരും പോകുന്നത് ബോക്സുവിന്റെ അച്ഛന്റെ PA വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരത് അറിയുന്നില്ല. ഇപ്പൊ ആ വീഡിയോ ബോക്സുവിന്റെ അച്ഛൻ കാണുന്നു. ഒരു മാനേജറിന് എങ്ങനെയാ എന്റെ മകനെ ഇത്ര നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, ഇപ്പോഴാണ് അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. നമുക്ക് ബോക്സുവിനെ വാൺ ചെയ്താലോ എന്ന് PA ചോദിക്കുന്നു. ബോക്സുവിന്റെ അച്ഛൻ അത് വേണ്ട, അവനിപ്പോ ലവില് ഡീപ്പായി കാണും, അവനായി ബ്രേക്കപ്പ് ചെയ്താ അവന് നല്ലത്, ഈ പ്രായത്തിൽ പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല, ഒരു മാനേജറിനെയാണ് പ്രണയിക്കുന്നതെങ്കിൽ ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. PAയും ഞാൻ അവരെ വാച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബോക്സുവിന്റെ അച്ഛൻ സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനിയെ കുറിച്ച് ചോദിക്കുന്നു. ഇതോടുകൂടി എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.